ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓസോൺ ലെയറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആണ്. ഇത് ബേസിക്കലി ഫിസിക്കൽ ജോഗ്രഫിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആണ്. ഒരു 1 or 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ഏറ്റവും ഈസി പ്രോബിലിറ്റി ഉള്ള പാർട്ടാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ബേസിക്കലി KTUവിൻ്റെ S5 S6 സിലബസിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോർഷൻ മൊഡ്യൂൾ 1 ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ കൂടിയാണ് ഓസോൺ ലെയറുമായി ബന്ധപ്പെട്ട്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ഗൈഡൻസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ആർക്കൊക്കെ യൂസ്ഫുൾ ആവും അവരിലേക്കെല്ലാം വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്താണ് ഓസോൺ ലെയർ? ഓസോൺ ലെയർ എന്ന് പറയുന്നത് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ നോക്കുമ്പോൾ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലെ വൺ ഓഫ് ദി മേജർ കമ്പോണന്റ് ആണ്, അല്ലെങ്കിൽ മേജർ പാർട്ടാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്? കാരണം എന്ന് പറയുന്നത് സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷനെ, ഹാംഫുൾ ആയിരിക്കുന്ന അൾട്രാവയലറ്റ് റേഡിയേഷനെ എർത്തിലെത്താതെ പ്രിവെന്റ് ചെയ്യുന്നത് ഈ ഓസോൺ ലെയറിന്റെ പ്രസൻസ് ആണ്. സോ ബേസിക്കലി എന്താണ് ഓസോൺ ലെയർ? ഓസോൺ ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ തിൻ ലെയർ ഓഫ് ഓസോൺ മോളിക്കൂൾ. ഓസോൺ എന്ന് പറയുന്ന 3 ഓക്സിജനുകൾ കൂടി ചേർന്നുള്ള മോളിക്കൂളുകളെയാണ് ഓസോൺ മോളിക്കൂൾ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. അതായത് എർത്തിന്റെ ലെയറുകൾ നോക്കുമ്പോൾ ഏറ്റവും താഴെ ട്രോപ്പോസ്ഫിയർ, അതിന് തൊട്ട് മുകളിലുള്ള സ്ട്രാറ്റോസ്ഫിയറിലാണ് ബേസിക്കലി ഓസോൺ ലെയർ കാണപ്പെടുന്നത്. ഓസോൺ ലെയർ കാണപ്പെടുന്നത് എർത്തിന്റെ സർഫസിൽ നിന്ന് 15 മുതൽ 30 കിലോമീറ്റർ എബോവിലാണ്. 15 മുതൽ 30 കിലോമീറ്റർ എബോവിലാണ്. എന്തൊക്കെയാണ് ഓസോൺ ലെയറിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? ഓസോൺ ലെയറിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, ഒന്ന്, ഓസോൺ ലെയർ അബ്സോർബ്സ് ആൻഡ് സ്കാറ്റേഴ്സ് UV റേഡിയേഷൻ ഫ്രം ദ സൺ. സണ്ണിൽ നിന്ന് വരുന്ന UV റേഡിയേഷനെ, കുറച്ച് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു, കുറച്ച് റേഡിയേഷൻ എന്ത് ചെയ്യുന്നു, അത് സ്കാറ്റർ ചെയ്യുന്നു. ദെൻ അതിന്റെ ഫലമായിട്ട് എന്താണ് UV റേഡിയേഷൻ എന്ന് പറയുന്നത് ലൈഫ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ഹ്യൂമൻസ് അല്ലെങ്കിൽ ആനിമൽസിന് വളരെ ഡേഞ്ചർ ആണ്. ബേസിക്കലി ക്യാൻസർ, സ്കിൻ ഇഷ്യൂസ് ഒക്കെ ജനറേറ്റ് ചെയ്യാം. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം ഹ്യൂമൻ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഓസോൺ ലെയറിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. സോ ബേസിക്കലി നമ്മൾ കണ്ടത് ഓസോൺ ലെയർ എന്ന് പറയുന്നത് എർത്തിന്റെ രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന ഓസോൺ മോളികൾ കൂടി ചേർന്ന ലെയർ ആണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ലൈക്ക് ഹാർംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷനെ ലൈക്ക് എന്താ പറയുക എർത്തിൽ എത്താതെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നു. ബേസിക്കലി എന്താണ്, ഒന്നെങ്കിൽ UV റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ സ്കാറ്റർ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ഓസോൺ ലെയർ ഡിപ്ലീഷൻ ആണ്. നമ്മൾ പറഞ്ഞു 15 മുതൽ 30 കിലോമീറ്റർ ദൂരത്ത് കാണപ്പെടുന്ന ഒരു തിൻ O3 മോളിക്കൂൾ ലെയറിനെയാണ് നമ്മൾ ഓസോൺ ലെയർ എന്ന് വിളിക്കുന്നത്. സോ ബേസിക്കലി ഈ ഓസോൺ ലെയറിന്റെ തിന്നിങ്, ഫോർ എക്സാമ്പിൾ ഓസോൺ ലെയറിന്റെ തിക്നെസ് കുറയുന്നതിനെ, അല്ലെങ്കിൽ അപ്പർ അറ്റ്മോസ്ഫിയറിലെ ഓസോൺ ലെയറിന്റെ തിക്നെസ്സിനെ കുറയുന്നതിനെയാണ് നമ്മൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് വിളിക്കുന്നത്. ബേസിക്കലി വാട്ട് ഈസ് റീസൺ ഫോർ ദാറ്റ്? അറ്റ്മോസ്ഫിയറിലുള്ള ക്ലോറിൻ ആൻഡ് ബ്രോമിൻ ആറ്റം, അറ്റ്മോസ്ഫിയറിലുള്ള ക്ലോറിൻ ആൻഡ് ബ്രോമിൻ ആറ്റംസ് ഈ പറയപ്പെടുന്ന ഓസോൺ ലെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഓസോൺ മോളിക്കൂളിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അവിടെ നമ്മൾ അറിയേണ്ട ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, ഒരു ക്ലോറിൻ മോളിക്കൂൾ, ഇഫ് യു ടേക്ക് one chlorine molecule can what I can say destroy 1 lakh molecules of ozone. അതായത് ഒരു ക്ലോറിൻ മോളിക്കൂളിൽ 1,00,000 മോളിക്കൂൾ ഓഫ് ഓസോണിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് അത്രത്തോളം റാപ്പിഡ് ഡിസ്ട്രക്ഷൻ ആണ് ഈ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ മോളിക്കൂളിന് ഓസോൺ ലെയർ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. സം കോമ്പൗണ്ട്, അതായത് കോമ്പൗണ്ടുകൾ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ആറ്റംസ് റിലീസ് ചെയ്യുന്നു. സോ ഓൺ എക്സ്പോഷർ വിത്ത് ഹൈ UV റൈറ്റ് വിച്ച് കോൺട്രിബ്യൂട്ട് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. അതായത് ഓസോൺ ലെയറിന്റെ ഡിപ്ലീഷന് കാരണമാകുന്ന ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ആറ്റംസിനെ റിലീസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ODS എന്ന് വിളിക്കുന്നു. സോ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ്, അതിനകത്ത് ക്ലോറിൻ ഉള്ള ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ, ദാറ്റ് ഈസ് കോൾഡ് CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. കാർബൺ ടെട്രാ ക്ലോറൈഡ് CCl4, കാർബൺ ടെട്രാ ക്ലോറൈഡ്. ദെൻ ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺ, ക്ലോറോ ഫ്ലൂറോ കാർബൺ HCFC, ഹൈഡ്രോക്ലോറോ ഫ്ലൂറോ കാർബൺ. മീഥൈൽ ക്ലോറോഫോം, ക്ലോറോഫോം എന്താണ്? CHCl3 ആണ് ക്ലോറോഫോം എന്ന് പറയുന്നത്. സോ ബേസിക്കലി ക്ലോറിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ കാർബൺ ടെട്രാ ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറോ ഫ്ലൂറോ കാർബൺസ്, മീഥൈൽ ക്ലോറോഫോം, ഇവയൊക്കെയാണ് എന്ത് ഓസോൺ ഡിപ്ലീറ്റിങ്ങിന് കാരണമാകുന്ന ക്ലോറിനെ റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള. സോ ഇവയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്ലോറിൻ റിലീസിങ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് ബ്രോമിൻ ഉള്ളതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹാലോൺസ് അല്ലെങ്കിൽ മീഥൈൽ ബ്രോമൈഡ് CH3Br, ദാറ്റ് ഈസ് മീഥൈൽ ബ്രോമൈഡ്. ഹൈഡ്രോ ബ്രോമോ ഫ്ലൂറോ കാർബൺ, HBFC, ഹൈഡ്രോ ബ്രോമോ ഫ്ലൂറോ കാർബൺ. അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആർ ദ മോസ്റ്റ് അബണ്ടന്റ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ CFC ആണ്. Chlorine atom interact with some other molecule, it does not react with. It is only when chlorine atom reacts with some other molecule, it does not react with the ozone.
സോ മോൺട്രിയൽ പ്രോട്ടോകോൾ, ഫോർ എക്സാമ്പിൾ ഈ പറയപ്പെടുന്ന ഓസോൺ ലെയർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന പ്രോട്ടോകോളാണ് എന്ത് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞത്. മോൺട്രിയൽ പ്രോട്ടോകോൾ വരുന്നത് 1987 അതായത് ഓസോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ എന്താ പറയുക റിലീസ് കുറയ്ക്കണം, പ്രൊഡക്ഷനിലെ ഇമ്പോർട്ട് കുറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രപ്പോസ് ചെയ്ത പ്രോട്ടോകോളാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ദെൻ എന്താണ് ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ഓസോൺ ലെയർ ഡിപ്രീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള സിഗ്നിഫിക്കൻസ് എന്താണ്, അതിന് കാരണമെന്ന് ഒന്നെന്ന് പറഞ്ഞ എഫക്ട്സ് ഓൺ ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറയുന്നത് ഹാർംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷൻ, സണിൽ നിന്ന് വരുന്ന UV റേഡിയേഷൻ ഡയറക്റ്റ് ആയിട്ട് ഹ്യൂമൻ ഇന്ററാക്ഷൻ സംഭവിക്കുന്നു. അതിന്റെ ഫലമായിട്ട് സ്കിൻ ഡിസീസുകൾ, ക്യാൻസറുകൾ, സൺബേണുകൾ, കാറ്ററാക്ട്, ക്യുക്ക് ഏജിങ്, വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തെ പോലും അത് അഫക്ട് ചെയ്യുന്നതിന് കാരണം. വാട്ട് അബൌട്ട് ആനിമൽസ്? ആനിമൽസിന്റെ കേസിലാണെങ്കിൽ എക്സ്പോഷർ ടു ദ UV റേഡിയേഷൻ വിൽ കോസസ് ലീഡ്സ് ടു സ്കിൻ ആൻഡ് ഐ ക്യാൻസർ. ആനിമൽസിൽ സ്കിൻ ആൻഡ് ഐ ക്യാൻസറിന് അത് കാരണമാകുന്നു. അതുപോലെ എൻവയോൺമെന്റൽ എഫക്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റ്സിന്റെ കേസിനകത്ത് ഗ്രോത്ത് നള്ളിഫൈ ചെയ്യപ്പെടുന്നു, ഫ്ലവറിങ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ കേസിൽ എന്താണ് ഫോട്ടോസിന്തസിസ് പ്രോസസ്സിനെ ഇത് അഫക്ട് ചെയ്യുന്നു. ദെൻ വാട്ട് അബൌട്ട് മറൈൻ ലൈഫ്? മറൈൻ ലൈഫിന്റെ കേസിലാണെങ്കിൽ ദ ഫൈറ്റോ പ്ലാങ്ക്ടോൺസ്, ഈ പറയപ്പെടുന്ന ഓസോണുമായിട്ടുള്ള ഇമ്പാക്ട് എന്ന് പറയുന്ന ഫൈറ്റോ പ്ലാങ്ക്ടോൺസിനെ അഫക്ട് ചെയ്തു. ഫൈറ്റോ പ്ലാങ്ക്ടോൺസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഇൻ ദി മറൈൻ ഫുഡ് ചെയിൻ. മറൈൻ ഫുഡ് ചെയിനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഫൈറ്റോ പ്ലാങ്ക്ടോൺസ് അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടോൺസ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓസോൺ ലെയറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ഓസോൺ ലെയർ, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്തൊക്കെ കാരണമാവുമെന്ന് കണ്ടു. സോ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ ഇത് ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്ലീസ് ലൈക്ക് ടു ദിസ് പെർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.